നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന കഥാകൃത്ത് MD വാസുദേവൻ നായരെ സന്ദർശിച്ച MN കാരശ്ശേരി. കഴിഞ്ഞ 5 ദിവസമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് MD. അദ്ദേഹം ICUവിലാണെന്നും ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ 2 ദിവസം മുൻപ് ഇവിടെ അഡ്മിറ്റ് ആക്കിയത് എന്നുമാണ് കാരശ്ശേരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഞാൻ കാണുമ്പോൾ അദ്ദേഹം ഓക്സിജൻ മാസ്ക് വെച്ച് കണ്ണടച്ച് കിടക്കുകയാണ്. തോളത്ത് തട്ടി വിളിച്ചിട്ടും ഞാൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം എഴുന്നേറ്റുന്നില്ല. നഴ്സും പറഞ്ഞു ഇന്നയാളാണെന്നും, എന്നിട്ടും പ്രതികരിച്ചതേയില്ല. അദ്ദേഹത്തിന്റെ ശരീരത്ത് ഓക്സിജൻ കുറവാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ മക്കളുമായി സംസാരിച്ചു. ഓർമ്മയുണ്ട്, പക്ഷെ സംസാരിക്കാനോ ശരീരം ചലിപ്പിക്കാനോ ഉള്ള ശേഷിയുള്ളതായി തോന്നിയില്ല. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ ആശുപത്രിയിലുണ്ട് എന്നും MN കാരശ്ശേരി വിശദമാക്കി. ഹൃദയാഘാതം ഉണ്ടെന്നും അതുമൂലമുള്ള പ്രശ്നങ്ങൾ തുടരുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നു. ഓക്സിജന്റെ അളവ് കുറയുന്നതിനാൽ വെന്റിലേറ്റർ സഹായം വേണ്ടിവരുമെന്നും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 1 മാസത്തിനിടെ പലതവണയായി MDയെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഹൃദയസ്തംഭനം ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുകയാണെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി വരുന്നതായും ആശുപത്രി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 5 ദിവസമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് MD വാസുദേവൻ നായർ. ശ്വാസതടസ്സത്തെ തുടർന്ന് MDയെ ഇക്കഴിഞ്ഞ 15-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കുറച്ചു നാളുകളായി അലട്ടിയിരുന്നു. 5 ദിവസത്തെ ചികിത്സയിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഇന്നലെ രാത്രിയോടെ രക്തസമ്മർദ്ദത്തിലടക്കം കാര്യമായ വ്യതിയാനം ഉണ്ടായി. ഇതേ തുടർന്നാണ് ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പുറത്തിറക്കിയത്. MDയുടെ മകൾ അശ്വതി, സുഹൃത്തും സാഹിത്യകാരനുമായ MN കാരശ്ശേരി ഉൾപ്പെടെയുള്ളവരും ആശുപത്രിയിൽ ഉണ്ട്.